ജീവിതത്തിലെ വലിയ യാത്രകൾ എല്ലാം വിമാനത്താവളത്തിൽ നിന്നോ വലിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ആരംഭിക്കണമെന്നില്ല. ചില യാത്രകൾ ഒരു സാധാരണ ബസ് സ്റ്റോപ്പിൽ നിന്നും തുടങ്ങുന്നത്. കയ്യിലൊരു ചെറിയ ബാഗും മനസ്സിലൊരു വലിയ പ്രതീക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തമ്പാനൂർ ബസ് ടെർമിനൽ ആരംഭിക്കുന്ന യാത്ര ഒരു സാധാരണ ബസ് യാത്രയല്ല. ബസ് ഓർഡിനറിയാണ്. പക്ഷേ ഈ തീരുമാനം ഒട്ടും ഓർഡിനറി അല്ല. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന പ്രിയദർശിനി പദ്ധതി സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അവകാശം തുറന്നു കൊടുക്കുകയാണ്. പ്രായപരിധിയില്ല, വരുമാന പരിധിയില്ല, സാമൂഹിക പദവിയുടെ വേർതിരിവില്ല, പ്രത്യേക രേഖകളില്ല, മുൻകൂർ ഇല്ല. ബസ്സിൽ കയറുക, കണ്ടക്ടറിൽ നിന്നും ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിലൂടെ 0 രൂപയുടെ പ്രിയദർശിനി ടിക്കറ്റ് സ്വീകരിക്കുക, യാത്ര തുടരുക. ടിക്കറ്റിലെ തുക 0ആണ്. പക്ഷേ ആ ടിക്കറ്റിൻ്റെ മൂല്യം അളക്കാനാവാത്തതാണ്. കാരണം ഒരു സ്ത്രീയുടെ യാത്ര പലപ്പോഴും ഒരാളുടെ മാത്രം യാത്രയല്ല. അതൊരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള യാത്രയാകാം, ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള യാത്രയാകാം, ഒരു തൊഴിലിടത്തിലേക്കോ പരിശീലന കേന്ദ്രത്തിലേക്കോ ചെറിയൊരു സംരംഭത്തിലേക്കോ ഉള്ള യാത്രയായിരിക്കും. ചിലപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്രയാകാം. യാത്ര ചെലവായി ഓരോ ദിവസവും മാറ്റിവെച്ചിരുന്ന ചെറിയ നാളേക്കായി സൂക്ഷിക്കുന്ന ചെറിയ സമ്പാദ്യമാകാം. അതിനാൽ ഇത് സൗജന്യ യാത്രയുടെ പദ്ധതി മാത്രമല്ല, ഇത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ പദ്ധതിയാണ്. അവസരങ്ങളിലേക്കുള്ള പ്രവേശന പത്രമാണ്. പ്രിയദർശിനി തുറക്കുന്നത് ബസിന്റെ വാതിൽ മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും സംരംഭത്തിന്റെയും അഭിമാനത്തിന്റെയും വാതിലുകളാണ്. ഈ പദ്ധതിയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും തുല്യ അവകാശത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകം പ്രസക്തമാണ്. പൊതുഗതാഗതം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുമ്പോഴാണ് പൊതുസ്ഥലം യഥാർത്ഥത്തിൽ പൊതുവാകുന്നത്. അതേസമയം ഈ പദ്ധതി നടപ്പാക്കുന്ന KSRTCയെ ദുർബലമാക്കിക്കൊണ്ടല്ല, അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. സൗജന്യം യാത്രക്കാർക്കാണ്. KSRTCയുടെ വരുമാനം സംരക്ഷിക്കപ്പെടും. പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുന്നു. ഒരു പൊതുമേഖലാ സ്ഥാപനം എങ്ങനെ ഗതാഗത സേവനത്തിൽ നിന്നും സാമൂഹിക നീതിയിലേക്കുള്ള പാലമായി മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പദ്ധതി. ഇന്നത്തെ ഉദ്ഘാടന സർവീസിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണെന്നുള്ളതിലും മനോഹരമായൊരു പ്രതീകമുണ്ട്. പ്രിയദർശിനിക്ക് മറ്റൊരു പച്ചയായ അർത്ഥവുമുണ്ട്. പേര് സ്വകാര്യ വാഹനത്തിൽ നിന്നും പൊതുഗതാഗതത്തിലേക്ക് വരുമ്പോൾ ഇന്ധനം കുറയും, ഗതാഗത കുരുക്ക് കുറയും, കാർബൺ ഈ കുടുംബത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതോടൊപ്പം ഭൂമിയുടെ ഭാരവും കുറയ്ക്കുന്നു. ഒരു നല്ല പൊതുനയം ഒരേ സമയം പല ജീവിതങ്ങളെയും സ്പർശിക്കണം. കുടുംബ ബഡ്ജറ്റിനെയും തൊഴിലവസരങ്ങളെയും സ്ത്രീ ശാക്തീകരണത്തെയും പൊതുഗതാഗതത്തെയും പരിസ്ഥിതിയെയും. പ്രിയദർശിനി അത്തരം ഒരു ശ്രമമാണ്. സുഹൃത്തുക്കളെ, ഒരു സർക്കാർ ഉത്തരവിൽ പദ്ധതി ആരംഭിക്കാം, പക്ഷേ അതൊരു സാമൂഹിക മാറ്റമായി വളരുന്നതിന് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ജനപ്രതിനിധികളുടെയും പൊതുസമൂഹത്തിൻ്റെയും പങ്കാളിത്തം കൊണ്ടാണ്. ഈ ഗതാഗത മാനേജ്മെന്റിനും ും ഇപ്പോൾ ജീവനക്കാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഓരോ സ്ത്രീയെയും ഓരോ ട്രാൻസ്ജെൻഡർ യാത്രക്കാർ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുമ്പോഴും ഈ പദ്ധതിയുടെ യഥാർത്ഥ വിജയം ആരംഭിക്കുന്നു. ഈ ചരിത്രപരമായ പദ്ധതി സംസ്ഥാനം സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. പ്രഖ്യാപനങ്ങളെ ഉത്തരവുകളാക്കി, ഉത്തരവുകളെ സംവിധാനങ്ങളാക്കി, സംവിധാനങ്ങളെ സാധാരണ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ആശ്വാസമാക്കി മാറ്റുന്നതിലാണ് ഭരണത്തിന്റെ യഥാർത്ഥാർത്ഥം. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഒരു സാമൂഹിക
തീരുമാനവും നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവരെ അതീവ ആദരവോടെയും സ്നേഹത്തോടെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പള്ളിയുടെ അധ്യക്ഷ പദവിയും അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി പി ജോൺ അവരെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ബഹുമാനപ്പെട്ട പട്ടികജാതി പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ തുളസി അവരെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു വരുന്നു. ശ്രീ എം വിൻസെന്റ് MLA അവരെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ എൻ ശക്തൻ MLA ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി ട്രാൻസ്പോർട്ട് അനുപമയെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു സകലത്തിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറ്റ് വിശിഷ്ട അതിഥികളായ ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ സി ഹരികുമാർ, IUML തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഭീമപ്പള്ളി റഷീദ്, CPI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ മങ്കോട് രാധാകൃഷ്ണൻ, കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ ജോണി ചെക്കിട്ട, RSP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഇറവൂർ പ്രസന്നകുമാർ, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ, CMP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ MR മനോജ്, കേരള കോൺഗ്രസ് ജേക്കബ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ AK വേലപ്പൻ നായർ, RMP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണപിള്ള, ജില്ലാ പാർലമെന്റ് ബോർഡ് ചെയർമാൻ RJD ശ്രീ NM നായർ, ജില്ലാ പാർലമെന്റ് കേരള ഡെമോക്രാറ്റിക് പാർട്ടി ശ്രീ ശരൺ ജെ നായർ, അഡീഷണൽ സെക്രട്ടറി ട്രാൻസ്പോർട്ട് ശ്രീ വിജയശ്രീ KS, CMD KSRTC ഡോക്ടർ PS പ്രമോദ് ശങ്കരനും ഞാൻ സ്വന്തം പേരിലും യോഗത്തിന്റെ പേരിലും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഇന്നൊരു പുതിയ ടിക്കറ്റ് പുറത്തിറങ്ങുകയാണ്. എന്നാൽ അതിനേക്കാൾ പുതിയ വിശ്വാസമാണ് യാത്ര തുടങ്ങുന്നത്. പണം കുറവായതുകൊണ്ട് ഒരവസരവും അകലെയാകരുത്. യാത്രാ ചെലവ് കാരണം ഒരു സ്വപ്നവും വീട്ടിൽ തന്നെ നിൽക്കരുത്. ഈ ടിക്കറ്റ് അനന്തമായ സാധ്യതയിലേക്കുള്ള യാത്രാ പത്രമായി മാറട്ടെ. പ്രിയദർശിയുടെ ഓരോ യാത്രയും ഒരു കുടുംബത്തിന് ആശ്വാസവും, ഒരു സ്ത്രീക്ക് ആത്മവിശ്വാസവും, സമൂഹത്തിന് കൂടുതൽ നീതിയും, കേരളത്തിന് കൂടുതൽ ഹരിതമായ ഒരു നാളെയും സമ്മാനിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.